ഒരുപാട് വാതിലുകൾ വിടുതലിന് വേണ്ടി മുട്ടിയിട്ടും ഒരു വാതിൽ പോലും നിങ്ങൾക്ക് വേണ്ടി തുറന്നില്ലേ? ഒരുപാട് ഡോക്ടർമാരെ, വൈദ്യന്മാരെ കണ്ടിട്ടും നിങ്ങളുടെ രോഗത്തിന് ഭേദം വന്നില്ലയോ? ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വന്നില്ലയോ? നിങ്ങൾ നിരാശപ്പെടണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് വിടുതലില്ലെന്ന് ചിന്തിക്കണ്ട. കർത്താവ് തരുന്ന ആലോചന ഇന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക. ഒരു പ്രതീക്ഷയില്ലെങ്കിലും യേശുക്രിസ്തുവിനെ നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെന്ന് വേറെ ആരുടെയും സഹായമില്ല. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോയാലോ, ഡോക്ടർമാരുടെ അടുക്ക് പോയാലോ, അല്ലെങ്കിൽ വേറെ വാതിലുകൾ മുട്ടിയാലോ വഴിയില്ല എന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ അവിടെയൊന്നും നിങ്ങൾക്ക് വഴി ലഭിച്ചില്ല എങ്കിൽ ഇനി ഒരിക്കലും വഴിയില്ലെന്ന് ചിന്തിക്കണ്ട. ഇനി ഒരിക്കലും എനിക്കൊരു വിടുതലില്ലെന്ന് ചിന്തിക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ യേശുക്രിസ്തുവിന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ആരുടെ മുമ്പിൽ പോകണ്ട. കർത്താവിനെ വിശ്വാസത്താൽ തൊടുക. യേശുവിന്റെ വചനത്തെ വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ നേരിട്ട് തൊടും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരുമൊക്കെ അവനെ തൊടുവാൻ ശ്രമിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരുമൊക്കെ അവനെ തൊടുവാൻ ശ്രമിച്ചു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടും. അത് നിങ്ങളുടെ പ്രശ്നം എന്താണ് അതിനെ പരിഹരിക്കാനുള്ള ദൈവശക്തിയാണ് യേശുവിൽ നിന്ന് പുറപ്പെടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? അത് പരിഹരിക്കുവാൻ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടും. അതിനുള്ള അധികാരം യേശുവിലുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. ഹല്ലേലൂയ. ഒരിക്കൽ പിശാച് പറഞ്ഞതാണ്, ഈ ലോകത്തിന്റെ മഹത്വമൊക്കെയും ഞാൻ നിന്നെ കാണിക്കാം, അത് എങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശു പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ വചനം വിശ്വസിച്ചോ? സകല അധികാരവും യേശുക്രിസ്തുവിനാണ്. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയെ കാണുന്നു. 12 സംവത്സരമായ രക്തസ്രാവമാണ്. 12 വർഷമായിട്ട് അവൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ധനികയായ സ്ത്രീ ആയിരിക്കാം. തന്റെ സമ്പത്ത് മുഴുവൻ ചിലവഴിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഉയർന്ന വൈദ്യന്മാരെ കൊണ്ട് ചികിത്സ നടത്തി. അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും ഭേദം വരുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സിന്റെ അടുക്കൽ ആശ്വാസമില്ല. ഇനി അക്കാലത്തെ പുരോഹിതന്മാരുടെ അടുക്കലോ പ്രമാണിമാരുടെ അടുക്കലോ ആശ്വാസമില്ല. അവരെല്ലാം പറഞ്ഞു, നീ ഇനി വീട്ടിലിരുന്നു. നിനക്ക് പുരുഷൻ അല്ലെങ്കിൽ നിനക്ക് വെളിയിൽ ഇറങ്ങിയാൽ ആളുകളെ തൊടാനോ ഇടപെടാനോ പറ്റുകയില്ല. തൊടുന്നവരൊക്കെ അശുദ്ധരായിത്തീരും. മറ്റുള്ളവരെ കോണ്ടാക്ട് ഉണ്ടാകാതെ നീ മാറിയിരുന്നോണം. പക്ഷെ അവൾ കേൾക്കുകയാണ്, യേശുക്രിസ്തു ഒരു ഡോക്ടർ അല്ല, യേശു ഒരു വൈദ്യനല്ല. പക്ഷെ യേശുക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടാൽ, യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റത്തെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഹൃദയത്തിൽ തീരുമാനിക്കുകയാണ്. ആരോടും പറയാതെ പുരുഷാരത്തിനിടയിലൂടെ അവൾ രോഗിയാണെന്ന് അറിയിക്കാതെ തന്നെ യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുകയാണ്. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. അത്ഭുതകരമായി ആ സ്ത്രീയുടെ രക്തസ്രാവം നിന്നു. ബാധ മാറിയതായി അവളുടെ ശരീരത്തിൽ അറിഞ്ഞു. യേശു പറയുകയാണ്, 5-ാം അധ്യായം 34-ാം വാക്യം, യേശു അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം. ഹല്ലേലൂയ. യേശു തന്നെ പറയുന്നു, ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു. ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു. ആരോ എന്നെ വസ്ത്രത്തിൽ തൊട്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇനി ഒരിടത്തും വഴിയില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഇതാണ് വിശ്വാസം. യേശു എന്നെ ഇങ്ങോട്ട് വരുമെന്നോ വന്ന് തൊടുവെന്നൊന്നും അല്ല, ഞാൻ യേശുവിനെ തൊടും. ഞാൻ ഇന്ന് നമ്മൾ അക്ഷരീയമായി യേശുവിന്റെ വസ്ത്രത്തിൽ തൊടാൻ പറ്റുന്നില്ല, യേശുവിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ യേശു എന്നെ സൗഖ്യമാക്കും.
ഇവിടെ ആ സ്ത്രീയെ സൗഖ്യമാക്കിയത് വസ്ത്രത്തിനെ തൊട്ടതിന്റെ വസ്ത്രത്തിൽ നിന്നുള്ള ശക്തിയല്ല, യേശുവിൽ നിന്നുള്ള ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്താൽ യേശുവിനെ തൊടുക എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നു യേശു എന്നെ സൗഖ്യമാക്കും. കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കും. കർത്താവിന്റെ ശക്തി പുറപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഏത് വിഷയത്തിൽ വിഷമിച്ചാണ് കർത്താവിനോട് അപേക്ഷിക്കുന്നത്, അതിനു മുമ്പ് നിങ്ങൾ പലയിടങ്ങളിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പലരും വാതിലുകൾ അടച്ചിട്ടുണ്ടായിരിക്കാം, ആരും സഹായിക്കാൻ മുൻപോട്ട് വന്നു കാണുകയില്ലായിരിക്കും. പക്ഷെ അതുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കരുതെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വേറെ ആരും ഇടപെടേണ്ട, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തന്റെ ശക്തി അയക്കും. നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം ദൈവം തരും. നിങ്ങൾ മറ്റു മാനസിക ക്ലേശങ്ങളായിരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം തരും. ഏതെങ്കിലും മനുഷ്യരുമായുള്ള ബന്ധത്തിൽ, ആളുകളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണെങ്കിൽ, ഒഴിയാൻ കഴിയാത്തതോ ചേരാൻ കഴിയാത്തതോ വളരെ ബുദ്ധിമുട്ടിക്കുന്നതുമായ പ്രശ്നമാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടുന്ന സൊല്യൂഷൻ, നിങ്ങൾ ഇനി അത് ഇടപെടാൻ ആരിടപെട്ടാലും പരിഹരിക്കാൻ പറ്റുകയാണെന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ കർത്താവ് അതിനുള്ള അവസരങ്ങളെ, സാഹചര്യങ്ങളെ ഇടപെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവശക്തനാണ്. പക്ഷെ വിശ്വാസം നിങ്ങളുടെ കയ്യിലുണ്ടോ? എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആരെല്ലാം മാറിയാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ അത്രയും വിശ്വസിച്ചാൽ മതി. യേശു ക്രിസ്തുവിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. കുറഞ്ഞത് ഒരു 4 പേരോടെങ്കിലും പറയണം. ആരും കേട്ടില്ലെങ്കിലും നിങ്ങൾ വാഗൊണ്ട് ഉറക്കെ പറയണം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കും. ആ ദൈവശക്തി നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ അഴിവ് തരും, വിടുതൽ തരും. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്താൽ കർത്താവിനെ കൈനീട്ടി തൊടുക. തൊട്ടവർക്കൊക്കെ സൗഖ്യം വന്നു. ഹല്ലേലൂയ. ലൂക്കോസ് 5:17 ഇരിക്കുന്നു, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. സൗഖ്യമാക്കുവാനുള്ള ശക്തി, പിതാവായ ദൈവത്തിന്റെ ശക്തി യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതെ, അവൻ അധികാരമുള്ളവനാണ്. വിശ്വാസത്താൽ സ്പർശിക്കുക. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ വരും. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരും. ഈ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഈ ദൈവം ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് തന്നെ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ദൈവത്തിന്റെ വിടുതലിന്റെ മാർഗനിർദ്ദേശമാണ്. അതൊരു നിർദ്ദേശമായിട്ട് വാക്കായിട്ടല്ല, അതിനകത്തുനിന്ന് ദൈവത്തിന്റെ ശക്തി പുറപ്പെടുകയാണ് നിങ്ങളെ വിടുവിക്കുവാനായി. ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കും. ദൈവം നിങ്ങളെ സ്പർശിക്കും. ദൈവം നിങ്ങളുടെ കാലുകളുടെ ബന്ധനങ്ങളെ അഴിക്കും. നിങ്ങളുടെ രോഗക്കിടക്കെ ദൈവം മാറ്റും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങളുടെ മേൽ കിടക്കുന്ന ബാധകളായി, പിശാച് കാലങ്ങളായി ഇനി ഒരിക്കലും നീ രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞ ബാധകൾ, കൂടെ നടക്കുന്ന ചില ബാധകളെല്ലാം കർത്താവ് അഴിച്ചു മാറ്റും. ഹല്ലേലൂയ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യവും നൽകാൻ വേണ്ടിയാണ് യേശുവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്യുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ, യേശുവിനെ അഭിഷേകം ചെയ്തത് ലൂക്കോസ് 4-ാം-അധ്യായം 18 മുതലുള്ള വാക്യത്തിലുമുണ്ട്. യേശുവിനെ അഭിഷേകം ചെയ്തത് എനിക്കും നിങ്ങൾക്കും വിടുതൽ തരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ആ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നുണ്ട്. വിശ്വാസത്തോടെ സ്വീകരിക്കുക. ദൈവം നിങ്ങൾക്കൊരു വിടുതൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാ ബാധകളും കർത്താവ് അഴിച്ചു കളയട്ടെ. ആമേൻ. ഞാനിപ്പോൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശക്തി പുറപ്പെടും, നിങ്ങളെ തൊടും. പ്രിയ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങിൽ നിന്ന് സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരമുള്ള യേശുവിന്റെ നാമത്തിലുള്ള ശക്തി പുറപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. ബലഹീനത തികഞ്ഞു വരുന്ന ശക്തി വെളിപ്പെട്ടു വരട്ടെ. സൗഖ്യമാക്കുന്ന ശക്തി വെളിപ്പെട്ടു വരട്ടെ. കർത്താവെ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ശക്തി വെളിപ്പെട്ടു വരട്ടെ. പ്രശ്നം കർത്താവ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവശക്തി കർത്താവെ പുറത്തു വരട്ടെ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് അത്ഭുതം ചെയ്യും. ഞങ്ങളുടെ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളിൽ വിടുതൽ നടക്കും, സൗഖ്യം നടക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവിന്റെ കരം തൊട്ട് സൗഖ്യമാക്കണമേ. ഞങ്ങൾ അങ്ങേ സ്പർശിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങളിലേക്ക് സൗഖ്യമായി വരണം, വിടുതലായി വരണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വാസത്തോടെ കൈനീട്ടുക യേശുവിലേക്ക്. കർത്താവ് നിങ്ങളെ സ്പർശിക്കും, നിങ്ങൾക്ക് സൗഖ്യം തരും. കുറെ പേർക്ക് സന്ദേശം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഗാഡ് ബ്ലെസ് യു. ഹാവ് എ പവർഫുൾ ഡേ.